Hi everyone, welcome to another session from Quantitative Aptitude. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് സ്കൂൾ ടു IIM സ്ട്രാറ്റജി ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനും അതേപോലെ എക്സാം സിലബസിൻ്റെ ഒരു മാർക്ക് ബൈഫിക്കേഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് ദിസ് വൺ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് സ്ലൈഡ്. സോ നമ്മൾ ഈ എക്സാംസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് രണ്ട് ഓഡിയൻസ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് യുവർ ടാർഗറ്റ് ഓഡിയൻസ് അതാരായിരിക്കും? ഹു ആർ സ്ട്രോങ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. സോ സി ഇറ്റ് ഈസ് എ നോൺ ഫാക്ട്, എവറി സ്റ്റുഡൻസ് വിൽ ഹാവ് ദെയർ ഓൺ കോർ ഓർ സ്കിൽസ്. ആ ഒരു സ്കിൽസ് ചിലപ്പം ചില ആളുകൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിലായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതേസമയം ബാക്കി സ്റ്റുഡൻസിന് ചിലപ്പം ഇംഗ്ലീഷ്, അതായത് വെർബൽ എബിലിറ്റി അല്ലെങ്കിൽ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതിലായിരിക്കും അവർക്ക് കൂടുതലായിട്ടുണ്ടാവുക. സോ ദോസ് സ്റ്റുഡൻസ് ഹു ടെൻ ടു ഫൈൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി അവർക്ക് ഈസിയർ ആയിട്ട് തോന്നുകയാണെങ്കിൽ യു ഷുഡ് ബി ഫോക്കസിങ് മോർ ഓൺ ദിസ് പർട്ടിക്കുലർ ഏരിയ, QA ഏരിയ. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ എന്താ പറയുക നമ്മുടെ സ്വന്തം കഴിവുകളും നമ്മുടെ സ്വന്തം യുവർ അപ്സ് ആൻഡ് യുവർ ഡൗൺസ്. ആ ഒരു സ്കിൽസ് നമ്മളുടെ പേഴ്സണലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വുഡ് ബി ഏബിൾ ടു ക്ലിയർ എനി എക്സാംസ്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ സം വൺ ഹൂ ഈസ് സ്ട്രോങ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, നമ്മൾ IPMAT ഇൻഡോറിൻ്റെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് you should be focusing more on this QA session because you have 60 questions in total coming out of it and 240 marks you can score from these 60 questions. Adil you have a time limit of 40 minutes and 40 minutes each for short answer question adepole MCQ question ninge 40 minutes inde cut off undu. So I don't think you would be able to solve every questions until unless you are super efficient and super skilled. But I'm saying അത്ര സ്കോർ ചെയ്തിട്ടില്ല, 240 out of 240 സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും യു ഷുഡ് ബി എയിമിങ് സംതിങ് ബിറ്റ്വീൻ 140 to 145 മാർക്സ്. അതായത് അത്രയും മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ യു വുഡ് ബി ഇൻ എ സേഫ് പൊസിഷൻ. ഒബ്വിയസ്ലി നിങ്ങൾ QAയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണെങ്കിൽ 140 145 അത്രയും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് യു ഹാവ് സ്കോർഡ് ഓൾമോസ്റ്റ് better than the 95% of the entire people with whom you are competing. ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ റാങ്ക് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. സോ ആ ഒരു 140 145 ടാർഗറ്റ് ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹു ആർ സ്കിൽഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾക്ക് അതിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് QAയിലായിരുന്നു കൂടുതൽ മാർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ബി ഫോക്കസിങ് മോർ ഓൺ ദ QA സെഷൻ. ഓക്കെ, സോ അതായത് ഏകദേശം ഒരു 35-37 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ 60 ക്വസ്റ്റ്യൻ യു ഷുഡ് ബി ഈസിലി ഏബിൾ ടു ഗെറ്റ് ദിസ് 140 145 ഇൻ QA. അപ്പം നമ്മൾ എക്സാം സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം 40 മിനിറ്റ്സ്, അതായത് ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് 80 മിനിറ്റ്സേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ മിനിമം 2 minutes ഈസ് മോസ്റ്റ്ലി റിക്വയർഡ് ആൻഡ് ചില ക്വസ്റ്റ്യൻസ് അത് ഗോസ് മോർ ദാൻ 2 minutes, മേ ബി 3 or 4 minutes. സോ അതെല്ലാം മനസ്സ് കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ദ സേഫർ സൈഡ് നിങ്ങളൊരു 140 145 മാർക്സ് ടാർഗറ്റ് ചെയ്യുക. അതായത് ഒരു 35-37 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ 60 ക്വസ്റ്റ്യൻ യു ആർ ഗോയിങ് ടു ബി ഇൻ ദ ടോപ്പ് 5% ഓർ ടോപ്പ് 2%. ഓക്കെ, അതൊരു ഗ്യാരണ്ടിയാണ്. ആൻഡ് ഗിവൺ ദാറ്റ് സെക്ഷൻസ് ഇൻ IPMAT ആർ ടൈംഡ്. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എല്ലാ ടൈംഡ് ആണല്ലോ. നിങ്ങൾക്ക് യു ഹാവ് എ 40 minutes കട്ട് ഓഫ് ഫോർ MCQ, യു ഹാവ് എ 40 minutes കട്ട് ഓഫ് ഫോർ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വിത്തിൻ QA ആൻഡ് ഫോർ ദ അതർ സെഷൻ ഓൾസോ യു ഹാവ് എ 40 minutes കട്ട് ഓഫ്, അതായത് ഇംഗ്ലീഷ് വെർബൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ട്. സോ നമ്മൾ ഫോക്കസ് എന്തായിരിക്കണം? ഷുഡ് ബി ഓൺ ആക്യുറസി. നിങ്ങൾ മുഴുവൻ 60 അറ്റംപ്റ്റ് ചെയ്യുന്നതിനും പകരം യു ഷുഡ് ബി ക്ലിയർലി അറ്റംപ്റ്റിംഗ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് you take it up and you solve it then and there. എന്നിട്ട് അതിൽ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് യു വുഡ് ബി ഏബിൾ ടു കൺവേർട്ട് ദോസ് മാർക്സ് ഇൻ ടു ഗുഡ് റാങ്ക്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാട്ട് ഷുഡ് ബി ദ അപ്രോച്ച് ഫോർ ദോസ് ഹു ആർ വീക്ക് ഇൻ QA. സോ നമ്മൾ ഇനീഷ്യലി പറഞ്ഞത് ദോസ് ഹു ആർ സ്ട്രോങ് ഇൻ QA. അതേപോലെ ഒബ്വിയസ്ലി ദർ വുഡ് ബി സ്റ്റുഡൻസ് ഹു വോണ്ട് ബി ഏബിൾ ടു സ്കോർ മച്ച് ബെറ്റർ ഇൻ QA. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ദിയർ അപ്രോച്ച് ഷുഡ് ബി ടു ക്ലിയർ ദ കട്ട് ഓഫ് മാർക്സ്. ആ ഒരു സെക്ഷൻസിന്, അതായത് IPMAT ഇൻഡോറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ യു ഹാവ് 40 ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം MCQ ആൻഡ് 20 ക്വസ്റ്റ്യൻസ് ഫ്രം ആസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ എന്ത് ക്ലിയർ ചെയ്യാം? യു ഷുഡ് ബി ക്ലിയറിങ് ദോസ് കട്ട് ഓഫ് മാർക്സ് ഫോർ ഈച്ച് ഓഫ് ദോസ് സെക്ഷൻസ്. അതെത്രയാണ് നോക്കിക്കഴിഞ്ഞാൽ 20 QA ഫോർ MCQ ആൻഡ് 8 questions out of the 40 QA MCQs to clear the 2020 IPMAT cut off. അതായത് നമുക്ക് 5 out of 20 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അതേപോലെ 8 questions out of 40 MCQസുമാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് ഇൻ ഓർഡർ ടു ക്ലിയർ ദ കട്ട് ഓഫ്. അതായത് മിനിമം നമുക്ക് 5 questions അറ്റംപ്റ്റ് ചെയ്താൽ മതി ഫ്രം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്
ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ നിന്ന് വരുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസ് മിനിമം അറ്റൻഡ് ചെയ്ത് അത് ആക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു ക്ലിയർ ദ കട്ട് ഓഫ്. അതേപോലെ സെക്കൻഡ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ 40 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം 8 ക്വസ്റ്റ്യൻസ് മിനിമം നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വുഡ് ബി ഏബിൾ ടു ക്ലിയർ ദ കട്ട് ഓഫ്. ബട്ട് കട്ട് ഓഫിൽ വെച്ച് നിർത്താനല്ല നമ്മൾ നോക്കേണ്ടത്. വൺസ് യു ക്ലിയർ ദ കട്ട് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യണം, ആസ് മച്ച് ആസ് പോസിബിൾ, അതായത് ഇൻ ഓർഡർ ടു സ്കോർ മാക്സിമൈസ് ചെയ്യാൻ നോക്കുക വിത്തിൻ ദോസ് ഏരിയ. ബിക്കോസ് അത് നിങ്ങളെ വീക്ക് ഏരിയ ആണ്. നിങ്ങളെ വീക്ക് ഏരിയയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം സ്കോർ അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുന്നോ നിങ്ങളുടെ മറ്റേ ഏരിയ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ദ വെർബൽ എബിലിറ്റി, നിങ്ങൾക്ക് യു ഷുഡ് ബി ഫോക്കസിങ് 100 ലൈക്ക് ദ ഫുൾ മാർക്സ്, ദ ഹോൾ 120 മാർക്സ്. അവിടെ നിങ്ങൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം. എങ്കിൽ മാത്രമേ യു ഷുഡ് ബി ഫോളോയിങ് ദിസ് പർട്ടിക്കുലർ അപ്രോച്ച്. സോ if you are somewhere in middle, you should be trying to maximize your score in each of the 3 sections. There is no other way out for these kind of exams. Okay, so once you are sure you have attempted enough to clear the cutoff, you should be looking to maximize your score at least up to 120 marks in the QA section, which means what, you should be focusing to score as much as possible from your weakest, and at the same time, you know, accuracy കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യുവർ വെർബൽ എബിലിറ്റി, അതായത് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലും നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് ഷുഡ് ബി ദ അപ്രോച്ച് ഐ വുഡ് ഗിവ് ടു ദ പീപ്പിൾ ഹു ആർ വീക്ക് ഇൻ QA. അതായത് ഫസ്റ്റ് നിങ്ങളുടെ ടാർഗറ്റ് എന്തായിരിക്കണം, ടു ക്ലിയർ ദ കട്ട് ഓഫ്. നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഷുവറായി കഴിഞ്ഞാൽ യു ഗോ ആൻഡ് അറ്റംപ്റ്റ് ദ അതർ വൺ. അതിൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ബാക്കിയുണ്ടെങ്കിൽ ഗോ ആൻഡ് അറ്റംപ്റ്റ് each and every questions and try to maximize your score in QA. That's the approach that you should be following. Okay, ഇനി നമുക്ക് നോക്കാം what should be the strategy for exams. Exam preparations-ൻ്റെ strategy എന്തായിരിക്കണം. So that is identify topics that your strengths and focus on mastering these topics first. So നമ്മൾ നേരത്തെ എക്സാമിൻ്റെ അപ്രോച്ചിൽ QA സ്ട്രെങ്ത് ആയിട്ടുള്ളവരും QA സ്ട്രെങ്ത് ഇല്ലാത്തവരും വെച്ചിട്ട് നമ്മൾ ബൈഫിക്കേഷൻ പറഞ്ഞ പോലെ സെയിം സ്ട്രാറ്റജി, അതായത് ഓരോ ടോപ്പിക്സിൽ ചിലർക്ക് HCF LCM ഒക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. സോ യു ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് ട്രൈ ടു അറ്റംപ്റ്റ് മോർ ക്വസ്റ്റ്യൻസ്. എല്ലാ ഡൈവേഴ്സ് ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യാൻ മാക്സിമം സ്കോർ അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. ബിക്കോസ് ദീസ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ഗോയിങ് ടു കം ഫോർ എക്സാംസ്. അതേപോലെ ഓരോ ടോപ്പിക്സ്, ഒരു 20 ടോപ്പിക്സ് QA ഉണ്ടെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. ഏതൊക്കെയാണോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് അത് മാക്സിമം അതിൽ സോൾഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയണം. ആ രീതിയിൽ സ്ട്രോങ് ആക്കിയതിനു ശേഷം ബാക്കി ഏരിയ നിങ്ങൾക്ക് ഒരു ആവറേജ് ലെവലിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അത് ഞാൻ ഒരു ഏരിയയും അവോയ്ഡ് ചെയ്യണം എന്നല്ല, ബട്ട് you should be confident in at least 50% of the topic. ആ ഒരു 50% ടോപ്പിക്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നെങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നേക്കാം. ബാക്കി 50% യു ഗിവ് ഈക്വൽ വെയിറ്റേജ് ടു ഈച്ച് ആൻഡ് എവറി ഏരിയ. അതെല്ലാം ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ അപ്രോച്ച് പ്രകാരം നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. സോ ദാറ്റ് ഷുഡ് ബി യുവർ സ്ട്രാറ്റജി ഫോർ പ്രിപ്പയറിംഗ് ഫോർ ദീസ് എക്സാംസ്. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി ഡു നോട്ട് വെയിറ്റ് അണ്ടിൽ ദ ലാസ്റ്റ് മൊമെൻറ്റ്. സോ എല്ലാ ദിവസവും അത് എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റ് എൻഡ് ഡേറ്റിൽ ക്രാഷ് കോഴ്സ് ഒന്നും അല്ല. ക്രാഷ് കോഴ്സ് ആൻഡ് ഓൾ ആർ നെവർ ഗോയിങ് ടു ബി പ്രാക്ടിക്കൽ. There will be super skilled people who would be able to clear the exam just with a crash course, but I would say around 50 to 80% of the students who are attempting these exams, they'll need to have a structured approach in order to clear the exams. So ആ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആയിരിക്കണം നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ എയിം ചെയ്യേണ്ടത്. എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. സോ എല്ലാ ദിവസവും ഒരു 1 to 2 hours, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദ ടോപ്പിക്സ് ആർ ദാറ്റ് ഡിഫിക്കൾട്ട്. ഇത് ഭയങ്കര റിലേറ്റീവ്ലി നമ്മൾ ബാക്കി എക്സാം JEE JEE ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മച്ച് സിംപ്ലർ. ദ കൺസെപ്റ്റ്സ്, ദ ടോപ്പിക്, ദ ക്വസ്റ്റ്യൻസ് ആർ മച്ച് സിംപ്ലർ കമ്പയർഡ് ടു ദ ക്വസ്റ്റ്യൻ ഹാർഡ്നെസ് ലെവൽ ഓഫ് ദീസ് എക്സാംസ്. അതായത് നമ്മുടെ JEE എക്സാംസിൻ്റെ ഒക്കെ നീറ്റ് എക്സാംസിൻ്റെ ഒക്കെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ദീസ് ക്വസ്റ്റ്യൻസ് ആർ റിലേറ്റീവ്ലി വെരി സിമ്പിൾ ടു സോൾവ്. സോ ഇവിടെ നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അതായത് അതേപോലെ നമ്മുടെ ലോജിക്കൽ റീസണിങ്, ആ ഒരു ജനറിക് സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് +1 +2നെക്കാട്ടിലും ബേസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ 10th വരെയുള്ള ടോപ്പിക്സ് നിന്നാണ് ഏകദേശം 95% ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അവിടെ വെച്ചിട്ട് അതാണ് നമ്മുടെ സോ ആ ഒരു ഇത് മനസ്സ് കണ്ടിട്ട് വേണം നമ്മൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയത്. ഓക്കെ, and also you should be investing in a good reputed IPMAT test series and IPMAT sample papers as well as IPMAT mock papers. So നമ്മൾ ഈ സിലബസ് എല്ലാം പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ തന്നെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് സീരീസ് രജിസ്റ്റർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അത് റെഗുലറായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ടോപ്പിക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തതിന്, അതായത് വി ഓൾസോ ഹാവ് സ്കൂൾ ടു IIM ഓൾസോ വിൽ ബി പ്രൊവൈഡിങ് യു ടോപ്പിക് ടെസ്റ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ടെസ്റ്റ് സീരീസോ അതേപോലെ അവരുടെ മോക്ക് ടെസ്റ്റൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെ അവിടെ എത്ര ഏകദേശം സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് നോക്കുക. സോ ദാറ്റ് വിൽ ഗിവ് യു എ കോൺഫിഡൻസ് കമ്പയർഡ് ടു
other students who are preparing for the same exam. നമുക്ക് exam okay, അതായത് റിയൽ ടൈമിൽ നമ്മൾ പഠിക്കുന്നതിന് പുറമെ നമ്മൾ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. സോ വി ആർ അറ്റംപ്റ്റിംഗ് ദ എക്സാം. സോ ദാറ്റ് ഗിവ്സ് യു മോർ എക്സ്പീരിയൻസ് ഓഫ് റൈറ്റിംഗ് ദ എക്സാം. സോ പ്രാക്ടീസ് മേക്സ് ദ പേഴ്സൺ പെർഫെക്റ്റ്. സോ അതും നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ആ ഒരു എക്സാം ഡേയിൽ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമുക്ക് വരുന്ന കുറേ ഇഷ്യൂസ് കാരണം പല സ്റ്റുഡൻസിനും, പല സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും എന്താവാറുണ്ട്, എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല. സോ ഫോർ ദാറ്റ് യു ഷുഡ് ബി giving more time for your mock test and at the same time topic ടെസ്റ്റിനൊക്കെ നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. ഓക്കെ, and solve IPMAT previous year papers. Obviously without attempting the previous year papers there is no point in going for these exams. Maximum ekdesham we don't have that much previous year questions. So ella maximum questions ningal previous year il varuna ella questions attempt cheya. Ekdesham nammal 100% of the questions nammal already discuss cheyyunnunde along with the previous year question paper discussion session. But if we are missing out any questions, you go and practice എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് അത് സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് അതർ അപ്രോച്ച്? സോ ഫോക്കസ് ഓൺ അരിത്മെറ്റിക് ആൻഡ് ആൾജിബ്ര ഇൻ ക്യു എ. സോ വിത്തിൻ സ്പെസിഫിക് ക്യു എ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അതിൽ അരിത്മെറ്റിക് ആൻഡ് ആൾജിബ്ര, ദീസ് ആർ ടു സെക്ഷൻസ് ഫ്രം ക്യു എ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ കോർ ആയിട്ടുള്ള വരുന്ന രണ്ട് ഏരിയാസാണ് അരിത്മെറ്റിക് ആൻഡ് ആൾജിബ്ര. അതിന് നിങ്ങൾ മോർ ഫോക്കസ് കൊടുക്കുക, അവിടെ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ടോപ്പിക്സ് ഒരിക്കലും മിസ് ചെയ്യാം. വെൻ ഐ എം സെയിങ് യു ഹാവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ആരുടെയും വീക്ക്നെസ് ആൾജിബ്ര ഓർ അരിത്മെറ്റിക് ആണെന്ന് പറഞ്ഞാൽ യു കാണ്ട് ഇഗ്നോർ ദോസ് ടോപ്പിക്സ്. ആ ടോപ്പിക്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദീസ് ആർ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദീസ് എക്സാംസ്. സോ യു കാണ്ട് ഇഗ്നോർ ദീസ് ടോപ്പിക്സ്. സോ ദാറ്റ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. ഡു നോട്ട് വെറി അബൌട്ട് ഹയർ മാത്ത് ഓർ ലീവിങ് ഔട്ട് മാത്സ് ഇൻ ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 90 to 95% ഓഫ് ദ സിലബസ് ഈസ് ഫ്രം യുവർ 10th സിലബസ്. ഓൺലി ഒരു 5% മാത്രമേ ഉള്ളൂ നമുക്ക് +2 ലെവലിലുള്ള ടോപ്പിക്സ് എന്ന് വരുന്നത്. സോ യു ഷുഡ് ബി നോയിങ് ദാറ്റ് ആൻഡ് ഒബ്വിയസ്ലി ഈവൺ ആ 5%ൻ്റെ ട്രെയിനിങ് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻസിലൂടെ തരുന്നുണ്ട്. സോ യു വുഡ് ബി സിലബസിൻ്റെ കാര്യത്തിൽ യു ഡോണ്ട് ഹാവ് ടു വറി അറ്റ് ഓൾ. യു വുഡ് ബി ഗെറ്റിംഗ് 100% ഓഫ് അവയർനെസ് ഫ്രം ദ mentors. Okay, so from your side നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ബി മേക്കിംഗ് എ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആൻഡ് യു ഷുഡ് ബി സ്റ്റിക്കിംഗ് ടു ദാറ്റ് പ്ലാൻ. അതാണ് നമ്മുടെ റിക്വസ്റ്റ് ടു യു ഗൈസ്. സോ പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കണം. കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ് വേണ്ടത്. സോ ഇനീഷ്യലി ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഫോർ ലൈക്ക് എവറി പീപ്പിൾ ആർ ഗോയിങ് ടു ഹാവ് ദെയർ പ്രയോറിറ്റീസ്, ദെയർ വീക്ക്നെസ്സസ്, ദെയർ സ്ട്രെങ്സ്. ആ ഒരു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഇനീഷ്യലി തയ്യാറാക്കേണ്ടത്. എന്നിട്ട് യു ഷുഡ് ബി സ്റ്റിക്കിംഗ് ഓൺ ടു ദാറ്റ് പ്ലാൻ. സോ അതാണ് റിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി യു ക്യാൻ ക്ലിയർ ഡൗട്ട്സ് ഫ്രം എക്സ്പേർട്സ് ആൻഡ് ആസ്ക് ദെയർ ഒപ്പീനിയൻസ് ഓൺ സോൾവിങ് പ്രോബ്ലംസ്. ബിക്കോസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന പ്രോബ്ലം അതായത് നിങ്ങൾ ചില പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുന്നത് വിൽ നോട്ട് ബി ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ടു approach that problem. So there might be a simpler way to attempt that problem. So ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല ക്വസ്റ്റ്യൻസിലും we would be going by one approach and later I'll be stopping over there and നമ്മൾ മറ്റേ അപ്രോച്ച് വെച്ചിട്ട് ഏകദേശം പെട്ടെന്ന് അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാന്നുള്ളതും കാണിക്കുന്നുണ്ട്. സോ ഐ വോണ്ട് യു ടു ഷോ ബോത്ത് ദ പിക്ചേഴ്സ്. അതായത് ലോങ്ങർ മെത്തേഡിൽ എത്ര ടൈം എടുക്കും, ഇറ്റ് മൈറ്റ് ബി സിമ്പിളർ ബിക്കോസ് ഇറ്റ് വോണ്ട് ഹാവ് മച്ച് ഫോർമുലാസ് ആൻഡ് ഓൾ കമ്മിങ് ഓൺ ടു ഇറ്റ്. ബട്ട് ഈ ഷോർട്ട് അപ്രോച്ചിൽ ചിലപ്പം കൂടുതൽ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. സോ ബട്ട് സി ഇഫ് ഇറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ എക്സാം യു ഷുഡ് ബി ബൈ ഹാർട്ടിങ് ആൻഡ് ആ ഒരു എഡ്ജ്, ദ ടൈം എഡ്ജ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം ദോസ് ഷോർട്ട് ഫോർമുലാസ്. സോ ഇനീഷ്യലി നമ്മൾ കൺസെപ്റ്റാണ് എപ്പോഴും സ്ട്രോങ് ആക്കേണ്ടത്. അതിനുശേഷം വെൻ യു ഗെറ്റ് ടൈം യു ഷുഡ് ബി ബൈ ഹാർട്ടിങ് ദോസ് ഷോർട്ട് കട്ട് ഫോർമുലാസ് വിച്ച് വുഡ് save your time, because in these exams time is really important. Okay, so that should be the generic strategy that every student should be following. ഈ ഒരു രണ്ട് സ്ലൈഡ് ഒന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക, ഒന്നും കൂടെ മനസ്സിലാക്കുക how you should be making your plan for exams. Okay, so നമുക്കിനി നമ്മുടെ സ്കൂൾ ടു IIMൻ്റെ ജനറിക് ക്ലാസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതിൻ്റെ അസിസ്റ്റൻസ് എങ്ങനെയാണെന്നും ഒന്ന് നോക്കാം. സോ നമ്മുടെ സ്കൂൾ ടു IIMൻ്റെ ക്ലാസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സോ ബേസിക്കലി ദർ ആർ 3 classes. ഫസ്റ്റ് വൺ ഈസ് യുവർ കൺസെപ്റ്റ് ക്ലാസ്, സെക്കൻഡ് വൺ ഈസ് യുവർ പ്രോബ്ലം സോൾവിംഗ് സെഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ. സോ നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ എന്താണ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ വി ആർ ട്രൈങ് ടു ബിൽഡ് എ വെരി സ്ട്രോങ് എക്സ്പെർട്ടൈസ് ഓഫ് ദ കൺസെപ്റ്റ്സ് വിത്തിൻ ഓൾ ദ സ്റ്റുഡൻസ്. അത് നമ്മൾ ഡീപ്പായിട്ട് നിങ്ങളതിൽ റെയിൻഫോഴ്സ് ചെയ്യാണ് ഇനീഷ്യലി ചെയ്യുന്നത്. എല്ലാ കൺസെപ്റ്റ്സും എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ബേസ് ആണ് നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളെന്താണ് പ്രോബ്ലം സോൾവിങ് സെഷനാണ് ഉള്ളത്. അതിൽ എൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ
I would be solving the questions along with you guys. അതായത് നിങ്ങൾക്ക് 1 മിനിറ്റ് ടൈം ഞാൻ അലോട്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ആ ഒരു പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും, അതിനുശേഷം നിങ്ങൾ എൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. സോ ഐ വുഡ് ബി മേക്കിംഗ് മിസ്റ്റേക്സ് ഇൻ ദ എക്സാംസ്, ലൈക്ക് മിസ്റ്റേക്സ് വൈൽ സോൾവിങ് ദ പ്രോബ്ലംസ്. ആ ഒരു മിസ്റ്റേക്സ് എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദ കൈൻഡ് ഓഫ് മിസ്റ്റേക്സ് ദാറ്റ് യു സ്റ്റുഡൻസ് ആർ ഓൾസോ ഗോയിങ് ടു മേക്ക് വൈൽ അറ്റംപ്റ്റിംഗ് ദീസ് ക്വസ്റ്റ്യൻസ്. ആ ഒരു അപ്രോച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എവിടെയൊക്കെ എങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വരാമെന്നുള്ളത്. അത് ചിലപ്പോൾ ഒരു സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്രൈം ഫാക്ടറൈസേഷനിലായിരിക്കും. സോ അതെല്ലാം കവർ ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മൾ പല വീഡിയോസിലും കാണുന്ന പോലെ ഇറ്റ് വുഡ് നോട്ട് ബി ജസ്റ്റ് എ സൊല്യൂഷൻ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ സൊല്യൂഷനും തന്നിട്ടുണ്ടാവും, ജസ്റ്റ് എക്സ്പ്ലനേഷൻ. ആ ഒരു രീതിയിലുള്ള അപ്രോച്ചല്ല നമ്മൾ ഈ ഒരു സ്കൂൾ ടു IIMൻ്റെ സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ഗിവ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. സോ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിലെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടോ, ഏതെങ്കിലും ഒരു നമ്പർ മിസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ ഒഴിവാക്കിയിട്ടോ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ യു വുഡ് ബി ഈസിലി ഏബിൾ ടു അറ്റംപ്റ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ഇൻ എ വെരി എഫിഷ്യൻറ്റ് വേ. ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ഈ ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് സോ നമ്മൾ ഓൾസോ ലെസ്സർ ഫോർമുല ടു ബൈ ഹാർട്ട്. സോ നമ്മൾ ഈ കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്യുമ്പം ഒബ്വിയസ്ലി ഇറ്റ് മൈറ്റ് ബി എ ലോങ്ങർ സെഷൻ ഓർ എ ലോങ്ങർ വേ ഓഫ് സോൾവിങ് ദ പ്രോബ്ലം. ബട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും you would be able to solve that particular question based on the core concept that we are teaching you through the concept class, and along with that പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം കൂടി അഡീഷണൽ ആയിട്ട് വരുന്ന കൺസെപ്റ്റ്സും കൂടെ വെച്ചിട്ട് നമുക്ക് ഏത് പ്രോബ്ലത്തിനെയും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ബേസിക് സോളിഡ് കൺസെപ്റ്റ് നമ്മൾ നിങ്ങൾക്ക് റെയിൻഫോഴ്സ് ചെയ്ത് തരുന്നുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം സോ ഇവിടെ എന്താണ് ടീച്ച് ബേസ് ഫോർമുല വിത്ത് എബിലിറ്റി ടു ഡിറൈവ് റിലേറ്റഡ് ഫോർമുലാസ്. അതായത് നമ്മൾ ബേസ് ഫോർമുല ആണ് പലപ്പോഴും പഠിപ്പിക്കുന്നത്. അതായത് ആവറേജിനാണെങ്കിലൊക്കെ നിങ്ങൾക്കറിയാം ഒരു ബേസ് ഫോർമുല മാത്രമേ ഉള്ളൂ. ആവറേജ് ഇസ് വാട്ട്? ആവറേജ് ഇസ് ദ സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ്. സോ ആ ഒരു ആവറേജിൻ്റെ ബേസ് ഫോർമുല അത് വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുല ആണ്. ബട്ട് യു വുഡ് ഹാവ് എ ഡിഫറെൻറ്റ് ആവറേജസ്, ഡിഫറെൻറ്റ് nomenclatures for different areas within that average section. സോ അതെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാണ്ട് കൂടുതൽ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാതിരിക്കാനും, അതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. ബട്ട് ഇഫ് ദ ഡെറിവേഷൻ ഈസ് ടേക്കിംഗ് ടു ലോങ്, കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. സോ യു കാൺട്ട് ഹാവ് ദാറ്റ് edge over others when you have this time limit. അങ്ങനത്തെ കേസിൽ we are also asking you guys to by heart the formulas, that the shortcut formulas particularly, that we are teaching you through these sessions. Okay, problem solving session is not, so ഞാൻ നേരത്തെ പറഞ്ഞ പോലെ not just solutions but gives a walkthrough of a student's approach to solving the problems ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്രൈം ഫാക്ടറൈസേഷൻ, ഷോർട്ട് ടു ഫൈൻഡ് LCM, HCF, ലോങ് ഡിവിഷൻ മെത്തേഡ്, ഈവൻ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പോലും നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. ആ ഒരു മിസ്റ്റേക്ക് മതി നമ്മളുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനെ കംപ്ലീറ്റ്ലി എഫോർട്ട്ലെസ് ആക്കാൻ. കാരണം വി ആർ ഗിവിങ് ഹൗ മച്ച്, ലൈക്ക് അതായത് നമുക്ക് 4 മാർക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓൾമോസ്റ്റ് ചിലപ്പോൾ നമ്മൾ 5 minutes ഓഫ് യുവർ എക്സാം ടൈം നമ്മൾ അതിന് അലോട്ട് ചെയ്ത്, അതായത് 5 minutes is 5/40, അറൗണ്ട് 1/8 ഓഫ് യുവർ എൻറ്റയർ ടൈം. അത്രയും നമ്മൾ അലോട്ട് ചെയ്ത് നമ്മൾ ആ ആൻസർ വിത്ത് ഫോർ എ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ എറർ കാരണം നമുക്കത് ചിലപ്പം തെറ്റായി പോകാം. ആ ഒരു ഇത് വരാതിരിക്കാൻ, ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വി ആർ ട്രൈങ് ടു ടേക്ക് എ വാക്ക് ത്രൂ ഓഫ് ദ എൻറ്റയർ പ്രോബ്ലം. അതായത് ഇവൻ ഒരു സ്മോൾ മൾട്ടിപ്ലിക്കേഷൻ ആണോ, അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിവിഷൻ ആണോ, ഇവിടെ എന്ത് കാൽക്കുലേഷൻസ് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ടോ അതെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് സെഷനിലും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ട്രൈ ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് വുഡ് മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു അപ്രോച്ച് ദീസ് പ്രോബ്ലം ആസ് എ സ്റ്റുഡൻറ്റ്, ആൻഡ് വാട്ട് ഷുഡ് ബി ദ ഏരിയാസ് ദാറ്റ് ഐ ഷുഡ് ബി ഫോക്കസിങ് ടു ഇംപ്രൂവ് മൈ ആക്യുറസി. അതാണ് നമുക്ക്, അതായത് നിങ്ങളുടെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, അഗൈൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആയിരിക്കും മോസ്റ്റ്ലി, ബിക്കോസ് ദീസ് ആർ റിയൽ ലൈഫ് പ്രോബ്ലംസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഫേസ് വൺസ് യു ആർ അഡ്മിറ്റഡ് ഇൻ ടു ദീസ് സ്കൂൾസ്. കാരണം ഈ സ്കൂൾസിലെല്ലാം ബിസിനസ് പ്രോബ്ലംസ്, ദീസ് ആർ റിയൽ ലൈഫ് സിനാരിയോസ്, ഇതെല്ലാം ഇത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒന്നുമല്ല, ഇതെല്ലാം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് വരാൻ പോകുന്നത്. സോ അവരുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ദ വേ ദേ ആർ പുട്ടിങ് അപ്പ് ദ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ മാക്സിമം അവർ റിയൽ ലൈഫ് കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ആ ഒരു ഇത് മനസ്സ് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും തരുന്നത്. സോ യു മൈറ്റ് ഹാവ് ടു ലേൺ എ ബിറ്റ് ഓഫ് ജനറിക് ബിസിനസ് ടേംസ്, ജനറിക് ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ വി വുഡ് ബി ഗിവിങ് ദാറ്റ് ത്രൂ ദ
കൺസെപ്റ്റ് ക്ലാസ്സസ്. അറ്റ് ദ സെയിം ടൈം ഓരോ സ്പെസിഫിക് പ്രോബ്ലംസ് വരുമ്പം ഇനീഷ്യലി നമ്മളൊരു ഇൻട്രോ സെഷനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയാണ് ഷെയർ, എന്താണ് ഷെയർ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷെയർ എന്താണ്, ബൈയിങ് പ്രൈസ് ഓഫ് ഷെയർ എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം ഐ തിങ്ക് ഏതോ ഒരു IPMAT തോന്നുന്നു അറൗണ്ട് 5, അതായത് 20 മാർക്സ് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രം ദിസ് പർട്ടിക്കുലർ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനിൽ. സോ ഐ തിങ്ക് 5 into 4 is around 20 marks. അതായത് 20 marks is a very huge chunk of your entire proportion of entire marks. സോ അത് കാരണം നിങ്ങൾ ബിസിനസ് ടേംസ് അതേപോലെ ജനറിക് അതായത് വല്ലാണ്ട് അങ്ങ് ഡീപ്പായിട്ടൊന്നും പോകേണ്ട ഒരു ജനറിക് അവയർനെസ്, കോസ്റ്റ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്താണ്, പ്രോഫിറ്റ് എന്താണ്, ഇതൊക്കെ നമ്മുടെ കൺസെപ്റ്റ്സിലുള്ളതാണെങ്കിലും പോലും അതിൻ്റെ ഒക്കെ കുറച്ചും കൂടി അഡീഷണൽ നമ്മൾ ഇൻട്രസ്റ്റ് ഫോർമുല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്, തിയററ്റിക്കൽ അല്ലാത്ത ബേസിക് ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഒരു ജനറിക് അവയർനെസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ വി വുഡ് ഓൾസോ ബി ഗിവിങ് ദോസ് ത്രൂ ദ വൈൽ സോൾവിങ് ദ പ്രോബ്ലംസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അതിലൊന്ന് കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ട്, ബിക്കോസ് യു ആർ ജസ്റ്റ് നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്യുന്നതോട് കൂടി യു ആർ ഗോയിങ് ടു ബിക്കം എ ബിസിനസ് പേഴ്സൺ. സോ യു ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ടേംസൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണ്ടിയിരിക്കുന്നു ഫോർ ദ ഫ്യൂച്ചർ. സോ അതൊക്കെ ഒന്ന് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ബെനിഫിഷ്യൽ ഫോർ യുവർ എക്സാംസ് ആസ് വെൽ. അത്രേ എനിക്ക് ആ ഒരു അപ്രോച്ചിനെ കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, സോ ഫൈനലി ഫോർ ദ സ്റ്റുഡൻറ്റ് വാട്ട് അഡീഷണലി വി ആർ ഓഫറിങ് അവർ ടോപ്പിക് ടെസ്റ്റ്. സോ എല്ലാ കൺസെപ്റ്റ് ക്ലാസ്സിൻ്റെ കൂടെയും വി വുഡ് ബി പ്രൊവൈഡിങ് യു ടോപ്പിക് ടെസ്റ്റ് ടു പ്രാക്ടീസ് മോർ ആൻഡ് മോർ, ടു സോൾവ് മോർ ആൻഡ് മോർ പ്രോബ്ലംസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വാല്യൂ ആഡഡ് നോട്ട്സ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട് ഫോർ യുവർ റിവിഷൻസ്. അതായത് ഷോർട്ട് നോട്ട് പോലെ ഉള്ളൊരു പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, വിച്ച് വുഡ് ആക്ച്വലി ഹെൽപ്പ് യു ടു കംപ്രസ് ആൻഡ് സ്റ്റഡി. പെർട്ടിക്കുലർലി നമ്മൾ എക്സാംസിന് റിവൈസ് ചെയ്യുമ്പോൾ ഫോർമുലാസും കോർ കൺസെപ്റ്റ്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു അസറ്റായിരിക്കും ഈ വാല്യൂ ആഡഡ് നോട്ട്സ്. ഓക്കെ, and obviously doubt clearance sessions with experts that you can ask questions to us at any point of time. And also we'll have a team of experts who are sitting over here at School to IIM office, and they will be assisting you guys, for any of the practical doubts that you guys have. Okay, so ഇതാണ് നമ്മൾ മൊത്തമായിട്ടുള്ള നമ്മുടെ സ്കൂൾ ടു IIMs ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോർ അറ്റംപ്റ്റിംഗ് ദ എക്സാംസ് ആൻഡ് ക്ലിയറിംഗ് ദ എക്സാംസ്. സോ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് വിത്ത് ദിസ് ഐ എം സൈനിങ് ഓഫ്, ആൻഡ് ഐ വിഷ് all of you guys to clear these exams and come out with flying ranks and flying marks. Okay, all the best for you.